ഹായ് ഡിയേഴ്സ്. അപ്പോൾ നമ്മളിന്ന് 10th സ്റ്റാൻഡേർഡിലെ ഫസ്റ്റ് ചാപ്റ്ററായ അരിതമെറ്റിക് സീക്വൻസ് എന്നുള്ള ചാപ്റ്ററിലെ 26 ക്വസ്റ്റ്യൻസ് ആണ് നമ്മളിന്ന് സോൾവ് ചെയ്യാൻ പോകുന്നത്. പക്ഷെ അതിനു മുന്നേ പേജ് നമ്പർ 25 നമ്മളോട് 2 കണ്ടീഷൻസ് പറഞ്ഞു തരുന്നുണ്ട്. അതെന്തൊക്കെയാണെന്ന് നോക്കാം. ഫസ്റ്റ് വൺ ഇതാണ്: ഇൻ ആൻ അരിതമെറ്റിക് സീക്വൻസ് ദ സം ഓഫ് ദി 2 terms അറ്റ് ദി സെയിം ഡിസ്റ്റൻസ് ബിഹൈൻഡ് ആൻഡ് എ ഹെഡഡ് ടേം ഈസ് ട്വൈസ് ദി ടേം. നമ്മളൊരു അരിതമെറ്റിക് സീക്വൻസ് എടുക്കുകയാണെങ്കിൽ അതിൽ ഏതെങ്കിലും ഒരു ടേം എടുക്കുക, അതിൻ്റെ ഇരുവശത്തുള്ള സംഖ്യകൾ കൂട്ടിയാൽ നമുക്ക് എന്ത് കിട്ടും? ഈ സെൻറ്ററിലുള്ള ടേമിൻ്റെ ട്വൈസ് കിട്ടും. നമുക്കൊരു എക്സാമ്പിളായിട്ട് ചെയ്ത് നോക്കാം. ഞാനിവിടെ ഈവൺ നമ്പേഴ്സിൻ്റെ സീക്വൻസ് എടുക്കുകയാണ്. ഈവൺ നമ്പേഴ്സിൻ്റെ സീക്വൻസ് എന്ന് പറയുമ്പോൾ എങ്ങനെ വരും? 2, 4, 6, 8, 10, 12 എക്സെട്ര ഇങ്ങനെ പോകും അല്ലേ. ഞാനിവിടെ 6 എന്ന് പറഞ്ഞ ടേം എടുക്കുകയാണ്. അപ്പം 6ന്റെ ഒരു സെയിം ഡിസ്റ്റൻസ് എന്ന് പറഞ്ഞിട്ടുണ്ട്. അതായത് 6ന്ന് മുന്നോട്ടും പോവാം, ബാക്കോട്ടും സെയിം ഡിസ്റ്റൻസ് പോവാം. അതായത് ഞാൻ ഒരു ഡി മുന്നോട്ടും പ്ലസ് ടി മുന്നോട്ടും ഒരു ഡി മൈനസ് ടി ഇങ്ങോട്ടേക്കും എടുത്തു. അതായത് ഇപ്പുറത്തേക്ക് ഒരു ടേം എടുത്തു, ഇപ്പുറത്തേക്ക് ഒരു ടേം എടുത്തു. ഡിസ്റ്റൻസ് എത്രയാണ്? 1D ആണ് അല്ലേ. അപ്പം ഈ 2 ടേംസും കൂടെ ആഡ് ചെയ്താൽ നമുക്കിതിൻ്റെ 2 times കിട്ടും എന്നാണ് പറയുന്നത്. അപ്പോൾ 4 + 8 എത്രയാണ്? 4 + 8 എന്ന് പറയുന്നത് എത്രയാണ്? 12 ആണ്. ഇതെന്ന് പറയുന്നത് എന്താണ്? 6ന്റെ 2 times അല്ലേ. അതാണ് നമുക്ക് ഇവിടെ പറയുന്ന കണ്ടീഷൻ. ഇനി ഞാൻ ഇവിടേക്ക് നമ്മൾ വേറെ ഡിസ്റ്റൻസും ഇവിടേക്ക് വേറെ ഡിസ്റ്റൻസും ആക്കാൻ പാടില്ല. 2 ഭാഗത്തേക്ക് നമ്മൾ എന്ത് ചെയ്യണം? സെയിം ഡിസ്റ്റൻസ് എടുക്കണം. ഇനി ഞാൻ ഇവിടേക്കൊരു 2 term ഡിസ്റ്റൻസ് എടുക്കുകയാണ്. അപ്പോൾ എന്ത് വരും? ഇവിടുന്ന് 2D കുറയ്ക്കുക എന്ന് പറയുമ്പോൾ എത്ര വരും? 2 വരും അല്ലേ. അങ്ങനെയാണെങ്കിൽ ഇവിടെ എത്ര വരും? 6ന്ന് 2D ആഡ് ചെയ്ത് എത്ര വരും? 10 വരും. നമുക്ക് എങ്ങനെ കിട്ടും? 2 + 10 എന്ന് കിട്ടും. 2 + 10 എത്രയാണ്? 12 ആണ്. അതും എന്താണ്? 6ന്റെ 2 times ആണ്. ക്ലിയർ അല്ലേ? അപ്പൊ നമുക്ക് എന്ത് പറയാം? 12 ഈസ് ദി 2 times ഓഫ് ദി മിഡിൽ ടേം അല്ലേ. നമുക്ക് എന്ത് കിട്ടും? ഒരു ടേം എടുക്കുക, അതിന്റെ ലെഫ്റ്റ് സൈഡിലേക്കും റൈറ്റ് സൈഡിലേക്കും സെയിം ഡിസ്റ്റൻസിലുള്ള ടേം എടുക്കുക. ആ ടേംസ് ആഡ് ചെയ്യുമ്പോൾ എന്ത് കിട്ടും നമുക്ക്? സെൻട്രലിലെ ടേംസിന്റെ 2 times ആയിരിക്കും കിട്ടുക. അങ്ങനെയാണെങ്കിൽ ഞാൻ വേറൊരു ശ്രേണി എടുക്കുകയാണ്. അപ്പം 5, 10, 15, 20, 25. ഞാനിവിടെ അടുത്തൊരു എക്സാമ്പിളായിട്ട് ഈ ഒരു ശ്രേണി എടുക്കുകയാണ്. അപ്പം ഇതിന്റെ സെൻട്രൽ ടേം ഞാൻ 28 എടുക്കുക. ഇതിന്റെ ഒരു 3 times റൈറ്റിലേക്കും ഒരു 3 times ലെഫ്റ്റിലേക്ക് കൊടുക്കുക. അപ്പൊ ഇവിടെ എത്ര വരും? 3 times റൈറ്റിലേക്ക് എന്ന് പറയുമ്പോൾ എത്ര വരും? 35 വരും അല്ലേ. 35. ഇവിടെ ഒരു 3 times ഇങ്ങോട്ടേക്ക് ഒരു 3 times ലെഫ്റ്റിലേക്ക് പോയി. അപ്പൊ ഇവിടെ എത്ര വരും? 3 times എന്ന് പറയുമ്പോൾ 5 വരും. ഇനി ഇത് രണ്ടും കൂടെ ആഡ് ചെയ്ത് നമുക്ക് എത്ര കിട്ടും? 5 + 35 വരും, വിച്ച് ഇസ് ഈക്വൽ ടു 40 വരും. ഇതെന്താണ്? ഈ മിഡിൽ ടേമിന്റെ 2 times അല്ലേ. അപ്പൊ നമുക്ക് അങ്ങനെ സെയിം ഡിസ്റ്റൻസുള്ള ഏത് ടേംസിന്റെ സമ്മ എടുത്താലും അതെന്ത് വരും? മിഡിൽ ടേമിന്റെ 2 times ആയിട്ടായിരിക്കും വരിക. അപ്പോൾ ഒരു അരിതമെറ്റിക് സീക്വൻസിൽ നമ്മളൊരു ടേം എടുത്തു, അതിന്റെ ഹെഡും ബിഹൈൻഡും ആയിട്ട് കുറെ ടേംസ് സെയിം ഡിസ്റ്റൻസിലുള്ള ടേം എടുത്തു, എന്നിട്ട് അതിന്റെ സമ്മ നോക്കുകയാണെങ്കിൽ നമുക്ക് എപ്പോഴും എന്തായിരിക്കും കിട്ടുക? സെൻട്രൽ, അതായത് മിഡിലെ ടേമിന്റെ 2 times ആയിരിക്കും കിട്ടുക. ഇനി അടുത്ത് തന്നിരിക്കുന്ന കണ്ടീഷനാണ്: ഇൻ ആൻ അരിതമെറ്റിക് സീക്വൻസ് ദ സം ഓഫ് എ ടേം ആൻഡ് ദി കോൺസിക്യൂട്ടീവ് ടേംസ് അറ്റ് ദി സെയിം ഡിസ്റ്റൻസ് ബിഹൈൻഡ് ആൻഡ് എഹെഡ് ഇസ് ദി പ്രൊഡക്റ്റ് ഓഫ് ദിസ് ടേം ആൻഡ് ദി നമ്പർ ഓഫ് ടേംസ്. നമ്മൾ ഇതേപോലെ ഒരു എക്സാമ്പിൾ പറഞ്ഞിട്ട് ചെയ്യാം. ഞാൻ നേരത്തെ എടുത്ത പോലെ തന്നെ ഈവൺ നമ്പേഴ്സിന്റെ സീക്വൻസ് എടുത്തു. അപ്പൊ എന്ത് വരും? 2, 4, 6, 8, 10 എക്സെട്ര ഇങ്ങനെ പോകും അല്ലേ. ഇവിടെ എന്താ പറഞ്ഞിരിക്കുന്നത് വെച്ചാൽ നേരത്തെ പോലെ നമ്മളൊരു ടേം എടുത്തു, ആ ടേമിന്റെ ബിഹൈൻഡും എഹൈൻഡും സെയിം ഡിസ്റ്റൻസിലുള്ള ടേം എടുത്തു. അപ്പൊ ഞാൻ ഇവിടേക്ക് +1D ആണ് പോകുന്നത്, ഇവിടെ -D പോകും. ഒരു ടേം ഡിസ്റ്റൻസിൽ എടുത്തു. അപ്പൊ നമുക്ക് എന്ത് കിട്ടും? ഇതാണ് നമ്മുടെ സെന്റർ ടേം. നമുക്ക് അടുപ്പിച്ച് 3 ടേം കിട്ടി. ഈ അടുപ്പിച്ചുള്ള ഈ 3 ടേമിൻ കൂടെ ആഡ് ചെയ്താൽ അത് ഈ സെൻട്രലിലെ ടേമില് 3 times ആയിരിക്കും എന്നാണ് പറയുന്നത്. അതായത് ഇവിടെ നമ്മൾ 3 ടേം ആണ് എടുത്തത്. അപ്പൊ അതെന്തായിരിക്കും? 6 × 3 ആയിരിക്കും. ഇനി നമ്മൾ ഈ ഒരു ഇതും കൂടെ എടുത്താൽ, അതായത് ഇങ്ങോട്ടേക്ക് 2D ഇങ്ങോട്ടേക്കും 2D എടുത്ത ടോട്ടൽ എത്ര വരും? 5 വരും അല്ലേ.
ടോട്ടൽ 5 ടേംസ് വരും. അപ്പൊ നമുക്ക് എന്ത് കിട്ടും? 5 × 6 ചെയ്താൽ ഈ നമ്പേഴ്സിന്റെ സമ്മ കിട്ടും. ചെയ്ത് നോക്കാം. അപ്പം ഇതിന്റെ ടോട്ടൽ എന്ന് പറയുമ്പോൾ എന്ത് വരും? 4 + 6 + 8. എത്രയാണ്? 4 + 6 10, 10 + 8 18. ഇത് എന്ന് പറയുന്നത് എന്താണ്? 6 × 3 അല്ലേ? നമുക്ക് എന്ത് ചെയ്താൽ മതി? 6 × 3 ചെയ്താൽ ഈ ഈ കോൺസിക്യൂട്ടീവ് ആയിട്ടുള്ള 3 നമ്പേഴ്സിന്റെ സമ്മ കിട്ടും. ഇനി ഞാൻ ഇവിടുന്ന് 2D എടുക്കുകയാണ്. അതായത് ഇവിടേക്ക് -2D ചെയ്തു, അതേപോലെ തന്നെ സെയിം ഡിസ്റ്റൻസ് വേണം. സോ ഇവിടേക്ക് എന്ത് ചെയ്തു? +2D ചെയ്തു. അപ്പൊ എന്ത് വരും? 2 + 4 + 6 + 8 + 10 വരും അല്ലെ? ഇത് ആഡ് ചെയ്ത് എത്ര വരും? 30 വരും അല്ലെ? ഇത് നമുക്ക് 30 ആണ്. ഇനി ഇവിടെ എത്ര ടേംസ് ഉണ്ട്? 1 2 3 4 5 ടേംസ് ഉണ്ട്. അതായത് ഈ സെന്ററിന്റെ ടേമിനോട് എന്ത് ചെയ്താൽ മതി? 6 × 5 ചെയ്താൽ മതി. അപ്പൊ നമുക്ക് എന്ത് കിട്ടും? 30 കിട്ടും. അപ്പൊ നമുക്ക് അങ്ങനെ എത്ര വേണമെങ്കിലും കണ്ടുപിടിക്കാം. അപ്പൊ ഇവിടെ പറയുന്നത് എന്താന്ന് വെച്ചാല്, നമ്മളൊരു ശ്രേണിയിൽ ഒരു ടേം എടുത്തു, ആ ടേമിന്റെ ലെഫ്റ്റ് സൈഡിലേക്കും റൈറ്റ് സൈഡിലേക്കും സെയിം ഡിസ്റ്റൻസ് ആയിട്ടുള്ള ടേംസ് എടുത്തു. എന്നിട്ട് അതെല്ലാം കൂടെ ആഡ് ചെയ്താല് നമ്മൾ എത്ര നമ്പേഴ്സ് ആണോ അവിടെ ആഡ് ചെയ്യുന്നത് അത് ഇൻറ്റു മിഡിൽ ടേം ചെയ്ത സമ്മ് മൊത്തം കിട്ടും. അപ്പൊ ആ ഒരു 2 കണ്ടീഷൻ വെച്ചിട്ടുള്ള ക്വസ്റ്റ്യൻസ് ആണ് നമ്മുടെ പേജ് നമ്പർ 26 ചോദിച്ചിരിക്കുന്നത്. നമ്മുടെ ഫസ്റ്റ് ക്വസ്റ്റ്യൻ ഇതാണ്. ദ ഫോർത്ത് ടേം ഓഫ് ആൻ അരിതമെറ്റിക് സീക്വൻസ് ഈസ് 8. ഒരു സീക്വൻസിന്റെ ഫോർത്ത് ടേം എന്ന് പറയുന്നത് എത്രയാണ്? 8 ആണ്. അപ്പൊ നമ്മൾ ആ സീക്വൻസ് ജസ്റ്റ് ഒന്ന് എഴുതി നോക്കാം. അതായത് നമുക്ക് ഫസ്റ്റ് ടേം തന്നിട്ടില്ല, സെക്കൻഡ് ടേം തന്നിട്ടില്ല, തേർഡ് ടേം തന്നിട്ടില്ല, ഫോർത്ത് ടേം 8 ആന്ന് പറഞ്ഞിട്ടുണ്ട്. അപ്പുറത്തേക്കുള്ളതൊന്നും നമുക്ക് എന്താക്കില്ല, തന്നില്ല. ആകെ നമുക്ക് തന്നിട്ടുള്ളത് അരിത്തമെറ്റിക് സീക്വൻസിലെ ഫോർത്ത് ടേം എന്ന് പറയുന്നത് എത്രയാണ്? 8 ആന്ന് പറഞ്ഞിട്ടുണ്ട്. ഫൈൻഡ് ദ സം ഓഫ് ദി പെയർസ് ഓഫ് ടേംസ് ഗിവൺ ബിലോ. അപ്പൊ ഫസ്റ്റ് ഒരു സബ് ക്വസ്റ്റ്യൻ ചോദിച്ചിട്ടുണ്ട്, അതിന് പിന്നെയും സബായിട്ട് ചോദിച്ചിട്ടുണ്ട്. അപ്പൊ ഫസ്റ്റ് ക്വസ്റ്റ്യനിലെ സബ് ക്വസ്റ്റ്യൻസ് ഇതാണ്. തേർഡ് ആൻഡ് ഫിഫ്ത്ത്. തേർഡ് ആൻഡ് ഫിഫ്ത്ത് എന്ന് പറയുമ്പോൾ എന്ത് വരും? ഇതാണ് തേർഡ് ടേം, ഇത് എത്രയാണ്? ഇതാണ് ഫിഫ്ത്ത് ടേം. ഇത് രണ്ടും കൂടെ ആഡ് ചെയ്താൽ എത്ര വരും എന്നാണ് ക്വസ്റ്റ്യൻ. നമുക്കൊന്ന് ചെയ്തു നോക്കാം. നമ്മളിതിന്റെ തൊട്ട് മുന്നേ പറഞ്ഞിട്ടുണ്ടായിരുന്നു അല്ലെ, ഒരു അരിതമെറ്റിക് സീക്വൻസില് നമ്മളൊരു സെൻട്രൽ ഒരു നമ്പർ വെച്ചിട്ട് അതിന്റെ ലെഫ്റ്റ് സൈഡിലേക്കും റൈറ്റ് സൈഡിലേക്കും സെയിം ഡിസ്റ്റൻസിലുള്ള ടേംസിന്റെ സമ്മ എന്ന് പറയുന്നത് എന്തായിരിക്കും? ഈ സെൻട്രലിലെ ടേമിന്റെ 2 ടൈംസ് ആയിരിക്കും. അപ്പൊ നമുക്ക് എന്ത് പറയാം? തേർഡ് ടേം പ്ലസ് ഫിഫ്ത്ത് ടേം എത്രയായിരിക്കും? 2 ടൈംസ് ഓഫ് 8. ദാറ്റ് ഈസ് 2 × 8 എത്ര വരും? 16 വരും. സെക്കൻഡ് ക്വസ്റ്റ്യൻ എന്താ വെച്ചിരിക്കുന്നത്? സെക്കൻഡ് ടേം ആൻഡ് സിക്സ്ത് ടേം. സെക്കൻഡ് ടേം പ്ലസ് സിക്സ്ത് ടേം വരും. അപ്പൊ സെക്കൻഡ് ടേം എന്ന് പറയുന്നത് ഈ ഒരു ഇവിടെയുള്ള ടേം ആണ് അല്ലെ. സിക്സ്ത് എന്ന് പറയുമ്പോൾ ഇവിടെ. ഇത് എന്ന് പറയുന്നത് എന്താണ്? 8ൽ നിന്ന് 2D ആഡും ചെയ്തു, 2D മൈനസും ചെയ്തു. അപ്പോഴും എന്ത് തന്നെയാണ് വരിക? സെയിം ഡിസ്റ്റൻസ് ആയിട്ട് നമുക്ക് എന്തെന്നാ പറയാം? ഈ മിഡിലെ ടേമിന്റെ 2 ടൈംസ് ആയിരിക്കും. ദാറ്റ് ഈസ് 2 × 8. അതും എന്ത് തന്നെ? 16 വരും. അങ്ങനെയാണെങ്കിൽ സി എന്ത് വരും? സി എന്ന് പറയുന്നത് ഫസ്റ്റ് ടേമും 7th ടേമും. ഇവിടെ 3D ആണ്, ഇവിടെ -3D ആണ്. അപ്പൊ അതും എന്ത് തന്നെയാണ് വരിക? 6 തന്നെയാണ് വരിക. അതായത് ഫസ്റ്റ് ടേം പ്ലസ് 7th ടേം എന്ന് പറയുന്നത് എത്ര തന്നെ വരും? 16 എന്ന് തന്നെ വരും. 2 × 8 = 16. നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം, ഒരു അരിതമെറ്റിക് സീക്വൻസിൽ ഒരു ടേം എടുത്തു, അതിന്റെ ലെഫ്റ്റ് സൈഡിലേക്കും റൈറ്റ് സൈഡിലേക്കും ഈക്വൽ ഡിസ്റ്റൻസ് ഉള്ള 2 ടേം എടുത്തു. അപ്പൊ അതിന്റെ സമ്മ എന്ന് പറയുന്നത് എന്തായിരിക്കും? ആ മിഡിൽ ടേമിന്റെ 2 ടൈംസ് ആയിരിക്കും. ഇനി സെക്കൻഡ് സബ് ക്വസ്റ്റ്യൻ ചോദിച്ചിരിക്കുന്നതാണ്, വാട്ട് ഈസ് ദി സം ഓഫ് ദി തേർഡ്, ഫോർത്ത് ആൻഡ് ഫിഫ്ത്ത് ടേംസ്? തേർഡ്, ഫോർത്ത്, ഫിഫ്ത്ത്. സം ഓഫ് ദി തേർഡ്, ഫോർത്ത്, ഫിഫ്ത്ത് അല്ലെ. അപ്പൊ നമുക്ക് ആ രണ്ടാമത്തെ കണ്ടീഷൻ യൂസ് ചെയ്യാലോ. രണ്ടാമത്തെ കണ്ടീഷൻ എന്താ പറഞ്ഞേ? ഈ 3 ടേംസിന്റെ സമ്മ, അതായത് അടുത്തടുത്തുള്ള 3 ടേംസിന്റെ സമ്മ എന്ന് പറയുന്നത് എന്തായിരിക്കും? സെൻട്രലിലെ ടേമിന്റെ കൂടെ × 3 ചെയ്താൽ മതി. അപ്പൊ എന്ത് വരും? സം ഓഫ്, അല്ലെങ്കിൽ ഇങ്ങനെ എഴുതിയാൽ മതി, തേർഡ് ടേം പ്ലസ് ഫോർത്ത് ടേം പ്ലസ് ഫിഫ്ത്ത് ടേം എന്ന് പറയുന്നത് എത്രയായിരിക്കും? അടുത്തടുത്തുള്ള 3 നമ്പറിന്റെയാണ് പറഞ്ഞത്. സോ 3 × 8 വരും. എത്ര വരും? 3 × 8 എന്ന് പറയുന്നത് 24. അങ്ങനെയാണെങ്കിൽ തേർഡ് ക്വസ്റ്റ്യൻ എന്താ പറഞ്ഞിരിക്കുന്നത്?
വാട്ട് ഈസ് ദ സം ഓഫ് 5 ടേംസ് ഫ്രം സെക്കൻഡ് ടു സിക്സ്ത്. അതായത് ഇതാണ് സെക്കൻഡ്, തേർഡ്, ഫോർത്ത്, ഫിഫ്ത്ത്, സിക്സ്ത്. നമുക്ക് എത്ര വന്നു? ഇവിടെ ഒരു 5 ടേംസ് വന്നു അല്ലേ. നമുക്കത് എന്ത് ചെയ്താൽ മതി? 8നോട് 5 ചെയ്താൽ മതി. നമുക്ക് എന്ത് കിട്ടും? സം ഓഫ് സെക്കൻഡ് ടേം ടു സിക്സ്ത് ടേം എന്ത് വരും? അവിടെ എത്ര നമ്പേഴ്സ് ഉണ്ട്? അവിടെ ഇപ്പം 1 2 3 4 5 ടേംസ് ഉണ്ടാവും. അപ്പൊ നമുക്ക് എന്ത് ചെയ്താൽ മതി? 5 × 8 ചെയ്താൽ മതി. അപ്പൊ എത്ര കിട്ടും? 14. ഇനി ഫോർത്ത് ക്വസ്റ്റ്യൻ എത്രയാ പറഞ്ഞിരിക്കുന്നത്? വാട്ട് ഈസ് ദ സം ഓഫ് 7 ടേം ഫ്രം ദി ഫസ്റ്റ് ടു സെവൻത്ത്. നമുക്ക് എന്ത് കണ്ടുപിടിക്കണം? 1 മുതൽ 7 വരെയുള്ള നമ്പേഴ്സിന്റെ സം. 1 മുതൽ 7 വരെ എന്ന് പറയുമ്പോൾ അവിടെ എത്ര ടേം ഉണ്ടാവും? 7 ഉണ്ടാവും. മിഡിൽ ടേം ഏതാണ്? 8 ആണ്. സോ നമുക്ക് എന്ത് ചെയ്താൽ മതി? 8 × 7 ചെയ്താൽ മതി. അപ്പോൾ സം ഓഫ് ഫസ്റ്റ് ടേം ടു സെവൻത്ത് ടേം എന്ന് പറയുമ്പോൾ അവിടെ എത്ര ടേം ഉണ്ടാവും? 7 ടേം ഉണ്ടാവും. അപ്പൊ നമുക്ക് എന്ത് ചെയ്താൽ മതി? 7 × മിഡിൽ ടേം, അതായത് 7 × 8 വിച്ച് ഇസ് ഈക്വൽ ടു എത്ര വരും? 56. ക്ലിയർ അല്ലേ? നമ്മൾ ഈ ഫസ്റ്റത്തെ സബ് ക്വസ്റ്റ്യൻ ചെയ്തത് നമ്മൾ ആദ്യം പറഞ്ഞ കണ്ടീഷൻ പ്രകാരമായിരുന്നു. എന്തായിരുന്നു? ഒരു മിഡിൽ ഒരു നമ്പർ എടുത്തു, അതിന്റെ ഈക്വൽ ഡിസ്റ്റൻസിൽ ലെഫ്റ്റ് സൈഡിലേക്കും റൈറ്റ് സൈഡിലേക്കും നമ്മൾ ഒരു ടേം എടുക്കുകയാണെങ്കിൽ അതിന്റെ സമ്മ എന്ന് പറയുന്നത് എന്തായിരിക്കും? മിഡിൽ ടേമിന്റെ 2 ടൈംസ് ആയിരിക്കും. പിന്നെ നമ്മൾ പറയുന്നത് എന്താ വെച്ചാല്, നമുക്ക് ഇപ്പൊ നമ്മള് മിഡിൽ ടേം ആക്കി വെച്ചു, ലെഫ്റ്റ് സൈഡും റൈറ്റ് സൈഡും നമ്മൾ സെയിം ഡിസ്റ്റൻസ് എടുത്തു. ആ നമ്പേഴ്സിന്റെ ഒക്കെ സമ്മ വേണമെങ്കിൽ എന്ത് ചെയ്താൽ മതി? എത്ര ടേം ആണോ ടോട്ടൽ എടുത്തത് അത് ഇൻറ്റു മിഡിൽ ടേം ചെയ്താൽ മതി. അതായിരുന്നു നമ്മുടെ സെക്കൻഡ്, തേർഡ്, ഫോർത്ത് ക്വസ്റ്റ്യൻ. അങ്ങനെയാണെങ്കിൽ നമുക്ക് സെക്കൻഡ് ക്വസ്റ്റ്യൻ നോക്കാം. ദ കോമൺ ഡിഫറൻസ് ഓഫ് ആൻ അരിതമെറ്റിക് സീക്വൻസ് ഈസ് 2 and the sum of the 9th, 10th and 11th term is 90. Calculate the first 3 terms of the sequence. അപ്പോൾ നമുക്ക് ഒരു ശ്രേണി കണ്ടീഷൻസ് പറഞ്ഞിട്ടുണ്ട്. ഇതിലത്തെ ഫസ്റ്റ് ടേം, സെക്കൻഡ് ടേം, തേർഡ് ടേം ആണ് നമുക്ക് കണ്ടുപിടിക്കാനുള്ളത്. അപ്പൊ ഈ ശ്രേണി ഇങ്ങനെ പോവാണ്. അപ്പൊ നമുക്കിവിടെ തന്നിട്ടുള്ളത് എന്താണ്? കോമൺ ഡിഫറൻസ് 2 ആണ് തന്നിട്ടുണ്ട്. അതായത് d ഈക്വൽ ടു എന്താണ്? 2 ആണ് തന്നിട്ടുണ്ട്. പിന്നെ എന്താ പറഞ്ഞിരിക്കുന്നത്? സം ഓഫ് ദി 9th, 10th, 11th. അതായത് 9th ടേം പ്ലസ് 10th ടേം പ്ലസ് 11th ടേം എന്ന് പറയുന്നത് എത്രയാണ്? 90 ആണെന്ന് തന്നിട്ടുണ്ട്. അങ്ങനെയാണെങ്കിൽ നമുക്ക് എന്ത് കണ്ടുപിടിക്കണം? ഈ ഒരു ശ്രേണിയുടെ ഫസ്റ്റത്തെ 3 ടേംസ് ഏതൊക്കെയാന്ന് കണ്ടുപിടിക്കണം. അപ്പൊ അത് കണ്ടുപിടിക്കാൻ വേണ്ടിയിട്ട് നമ്മളിപ്പോ കുറച്ച് കണ്ടീഷൻസ് പറഞ്ഞിരുന്നു അല്ലെ? എന്തായിരുന്നു നമ്മൾ രണ്ടാമത് പറഞ്ഞ കണ്ടീഷൻ? ഒരു അടുത്തടുത്തുള്ള 3 ടേംസിന്റെ സമ്മ് എന്ന് പറയുന്നത് എന്തായിരിക്കും? 3 ടേംസ് ആണെങ്കിൽ അത് മിഡിൽ ടേമിന്റെ 3 ടൈംസ് ആയിരിക്കും. അപ്പൊ നമുക്ക് എന്ത് പറയാം? 19 ഈക്വൽ ടു എന്ത് പറയാം? 10th ടേം ഇൻറ്റു 3 ആണ് 90 എന്ന് പറയാം അല്ലെ? അതായത് അടുത്തടുത്തുള്ള 3 ടേം ആണ്. അപ്പൊ 3 ടേമുകളോട് എന്തായിരിക്കും? അത് സെൻട്രലിലെ ടേമിനോട് 3 ടൈംസ് ഇൻറ്റു ചെയ്തായിരിക്കും. അപ്പൊ 10th ടേം ഇവിടുന്ന് കാണാലോ. 10th ടേം എത്ര വരും? ഇവിടെ ഇൻറ്റു 3 ആണ്. റൈറ്റ് സൈഡിലേക്ക് പോകുമ്പോൾ എന്താവും? ഡിവിഷൻ ആവും. സോ 10th ടേം ഈക്വൽ ടു എന്ത് വരും? 10th ടേം ഈക്വൽ ടു 90/3 വിച്ച് ഇസ് ഈക്വൽ ടു എത്ര വരും? 30 വരും. ഇനി നമുക്ക് എന്താ പറഞ്ഞിരിക്കുന്നത്? കോമൺ ഡിഫറൻസ് പറഞ്ഞിട്ടുണ്ട് അല്ലെ? അപ്പൊ d ഈക്വൽ ടു 2 എന്ന് പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ 9th ടേം എങ്ങനെ കണ്ടുപിടിക്കാം? ഈ 30 -2 ചെയ്താൽ പോരെ? 9th ടേം എന്ന് പറയുന്നത് എത്ര വരും? 30 - 2 ദാറ്റ് ഈസ് ഈക്വൽ ടു എത്ര വരും? 28. ആൻഡ് 11th ടേം എന്ന് പറയുന്നത് എത്ര വരും? 11th ടേം 13 + 2 ദാറ്റ് ഈസ് ഈക്വൽ ടു 32. ഇങ്ങനെ നമുക്ക് കിട്ടും. ഇനി നമുക്ക് ഫസ്റ്റ് ടേം കണ്ടുപിടിക്കണം. ഫസ്റ്റ് ടേം കണ്ടുപിടിക്കാൻ വേണ്ടിയിട്ട് ഇവിടെ എത്രയൊക്കെ തന്നിട്ടുണ്ട്? 10th ടേം എത്രയാന്ന് തന്നിട്ടുണ്ട്. പോകുമ്പോൾ 10th ടേം നമുക്ക് എത്ര കിട്ടിയിട്ടുണ്ട്? 30 ആണ് കിട്ടിയിട്ടുണ്ട് അല്ലെ? ഇതാണ് നമ്മുടെ 10th ടേം. അപ്പൊ ഇവിടെ നമ്മൾ ഫസ്റ്റ് ടേം കണ്ടുപിടിക്കാൻ എന്ത് ചെയ്താൽ മതി? പൊസിഷൻ ഡിഫറൻസ് എന്ന് പറയുന്നത് 10 - 1, അതായത് 9 വരും. അപ്പൊ നമ്മള് 10th ടേമിൽ ലെഫ്റ്റിലോട്ടാണ് പോകേണ്ടത്. അപ്പൊ നമ്മൾ എത്ര പ്രാവശ്യം നമ്മുടെ കോമൺ ഡിഫറൻസ് കുറയ്ക്കേണ്ടി വരും? 9 ടൈംസ് നമ്മുടെ കോമൺ ഡിഫറൻസ് കുറയ്ക്കേണ്ടി വരും. അപ്പൊ ഫസ്റ്റ് ടേം കിട്ടാൻ വേണ്ടിയിട്ട് എന്ത് ചെയ്യുക? ഫസ്റ്റ് ടേം ഈക്വൽ ടു 10th ടേം
മൈനസ് 9D ചെയ്യേണ്ടി വരും. നമുക്ക് 9D എത്രയെന്നറിയാലോ? എത്ര വരും? 10th ടേം നമുക്ക് കിട്ടിയത് എത്രയായിരുന്നു? 30 ആയിരുന്നു. 30 മൈനസ് 9 into 2 വരും. എത്രയാണ് 9 into 2? 18 ആണല്ലേ. സോ 30 മൈനസ് 18 വരും. അപ്പൊ ഫസ്റ്റ് ടേം എത്ര കിട്ടും? 12 എന്ന് കിട്ടും. നമുക്ക് ഇവിടുത്തെ ഫസ്റ്റ് ടേം 12 എന്ന് കിട്ടി. ഇനി അപ്പൊ നമുക്ക് സെക്കൻഡ് ടേം കണ്ടുപിടിക്കാമല്ലോ. കോമൺ ഡിഫറൻസ് 2 ആന്ന് പറഞ്ഞിട്ടുണ്ട്. സോ 12 നെക്സ്റ്റ് എത്രയായിരിക്കും? 14, 16 എക്സെട്ര. ഇതായിരിക്കും എന്ത്? ആ ഒരു സീക്വൻസ്.